അത് തന്നെയല്ലേ മനുഷ്യ ഞാൻ ഇവിടെ കിടന്ന് ചീറി പറയുന്നത്. കുമാരന്റെ സംസാരം കേട്ട് അടുക്കളയിൽ നിന്ന് തിരിച്ചു വന്ന് പ്രേമ എല്ലാവരെയും നോക്കിക്കൊണ്ട് മുരണ്ടു. പ്രേമേ, ഞാൻ പറഞ്ഞെന്ന് കരുതി ഇഷ്ടമില്ലാതെ എന്റെ മോളെ എവിടേക്കും പോകില്ല. പ്രേമയുടെ വർത്തമാനം ഇഷ്ടപ്പെടാതെ കുമാരൻ ചൂടായി. മോള് പറയ്, മോൾക്ക് അവന്റെ കൂടെ പോകുന്നതിൽ എതിർപ്പുണ്ടോ? പ്രേമയോട് ചൂടായി പറഞ്ഞുകൊണ്ട് കുമാരൻ സൗമ്യതയോടെ ലച്ചുവിനോട് ചോദിച്ചു. എല്ലാവരുടെയും നോട്ടം ലച്ചുവിലേക്ക് തങ്ങി നിന്നു. അവളുടെ തീരുമാനം എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. എന്നാൽ ഈ നേരം അത്രയും മഹി അകത്തേക്ക് വന്നില്ല. അവന് ഉറപ്പുണ്ട് കുമാരൻ ഒരിക്കലും തന്റെ കൂടെ ലച്ചുവിനെ അയക്കില്ലെന്ന്. അതുകൊണ്ട് തന്നെ ലച്ചു തന്റെ കൂടെ വരുന്ന പ്രതീക്ഷ അവൻ പാടെ മറന്നു കളഞ്ഞു. എന്നാലും അവന്റെ മനസ്സിൽ നല്ല ആശ്വാസമുണ്ട്. താൻ കെട്ടിയ താലി അവൾ പൊട്ടിച്ചെറിഞ്ഞില്ലല്ലോ, അത്രമാത്രം മതിയായിരുന്നു അവന്റെ മനസ്സ് തണുക്കാൻ. ഒപ്പം താലി കെട്ടിയ ബന്ധമെങ്കിലും ലച്ചുവിന് തന്നോടുണ്ടാകുമല്ലോ എന്ന് അവൻ ഓർത്തു. ഞാൻ പൊയ്ക്കോളാം അച്ഛാ. എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ലച്ചുവിന്റെ വായിൽ നിന്ന് വാക്കുകൾ വീണു. ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? ലച്ചു പറഞ്ഞത് ഇഷ്ടപ്പെടാതെ വേണി വേഗം ഇടപെട്ടു. വേണി, നിന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞു ഇടപെടാൻ നിൽക്കല്ലേ എന്ന്. വായ പൂട്ടി ഒരു മൂലയ്ക്ക് നിന്നോണം. ഇത് ഇവളുടെ ജീവിതമാണ്, അവളാണ് തിരഞ്ഞെടുക്കേണ്ടത്, നീയല്ല. അമ്പലത്തിൽ നിന്ന് വരുമ്പോഴേ വേണിയോടുള്ള ദേഷ്യം ഗിരി പ്രകടമാക്കിയിരുന്നു. ഒപ്പം ലച്ചുവിനെ മഹിയുടെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നതിൽ വേണിക്ക് താല്പര്യമില്ലായ്മ എടുത്തു കാണിക്കുമ്പോൾ ഗിരി തന്റെ ദേഷ്യം പറഞ്ഞു കാണിക്കുന്നുമുണ്ട്. എന്നെ ചൊല്ലി ആരും ബഹളം വെക്കേണ്ട, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. ലച്ചു കുമാരന്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് എല്ലാവരും കേൾക്കത്തക്ക വിധം പറഞ്ഞു. ഒപ്പം ലച്ചുവിന് മനസ്സിലാവുന്നുണ്ട് വേണിയുടെ ഈ എതിർപ്പ് എന്തിനാണെന്ന്. അതോർക്കുമ്പോഴാണ് ലച്ചുവിന് വേണിയോട് ദേഷ്യം തോന്നുന്നത്. ലച്ചു അങ്ങനെ പറഞ്ഞതും പിന്നെ വേണിക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ചേച്ചി എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന മനോഭാവത്തോടെ വേണി വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോയി. എന്നാൽ ഇറങ്ങുകയല്ലേ? രാജീവൻ മുന്നോട്ട് വന്ന് ചോദിച്ചു. ആ സുഹൃത്തിന്റെ മനസ്സ് അത്രയും ആഹ്ലാദത്തിലാണ്. ഒരുപക്ഷെ മഹിയെപ്പോലെ രാജീവനും ഉറപ്പിച്ചിരുന്നു ലച്ചു മഹിയുടെ വീട്ടിലേക്ക് വരില്ലെന്ന്. പക്ഷേ ലച്ചുവായി തന്നെ മഹിയുടെ വീട്ടിലേക്ക് വരിക എന്ന് പറയുന്നത് അത്രയും സന്തോഷം നൽകുന്ന വാക്കുകളാണ്. അച്ഛാ, ഞാൻ ഇറങ്ങട്ടെ? ലച്ചു കുമാരനോട് അനുവാദം വാങ്ങി നേരെ ഗിരിയുടെ അടുത്തേക്ക് ചെന്നു. ഗിരിയേട്ടാ. ഗിരിയുടെ അടുത്ത് ചെന്നിട്ടും അവന്റെ മുഖത്തേക്ക് നോക്കാൻ ലച്ചുവിന് കഴിഞ്ഞില്ല. അവളുടെ മനസ്സ് വേദനിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഗിരിക്ക്. പക്ഷേ ഇന്നവൾ മറ്റൊരാളുടെ ഭാര്യയാണ്. ഇതുവരെ ജീവിച്ചതുപോലെ ആയിരിക്കില്ല ഇനി. അതുകൊണ്ട് തന്നെയാണ് മഹിയുടെ വീട്ടിലേക്ക് പോകാൻ മൗനാനുവാദം നൽകിയത്. മഹി അത്ര നല്ലവനല്ലെന്നറിയാം. പക്ഷേ ഇതുവരെയായിട്ടും ലച്ചുവിനെ അല്ലാതെ വേറൊരു പെണ്ണിന്റെ പിറകെ നടന്നിട്ടില്ലെന്നും അറിയാം. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് മഹിയുടെ വീട്ടിലേക്ക് ലച്ചുവിനെ അയക്കുന്നത്. സമാധാനപൂർണമായ ഒരു ജീവിതം ലച്ചുവിന് കിട്ടട്ടെ എന്ന് ഗിരി അവളുടെ നെറുകയിൽ കൈതൊട്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കേട്ടെന്ന പോലെ ലച്ചുവിന്റെ കണ്ണുകൾ കലങ്ങി. ഇറങ്ങാം? രാജീവൻ വീണ്ടും തിരക്ക് കൂട്ടി. ലച്ചു മൂളിക്കൊണ്ട് മറുപടി കൊടുത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോൾ കാണുന്നുണ്ട് മെരുവിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഉലാത്തുന്നവനെ. മഹിയുടെ ടെൻഷൻ അവന്റെ മുഖത്ത് പ്രകടമാകുന്നുണ്ട്. പെട്ടെന്ന് ശബ്ദം കേട്ട് മഹി തിരിഞ്ഞു നോക്കി. മുന്നിലായി രാജീവനും പിറകിലായി ലച്ചുവും ഗിരിയും ഇറങ്ങി വരുന്നത്. ആ കാഴ്ച അവനെ വല്ലാതെ സന്തോഷപ്പെടുത്തി. ദുഃഖം തള്ളിച്ച മുഖം പെട്ടെന്ന് സന്തോഷത്തിൽ ആറാടിയതുപോലെയായി. ഇവിടെ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കാതെ പോയി വണ്ടി എടുക്കടാ. കള്ളച്ചിരിയാലെ രാജീവൻ മഹിയുടെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. ഒന്നും പറയാതെ പുറകിലുള്ള ലച്ചുവിനെ ഒന്ന് പാളി നോക്കി വേഗം പോയി കാറെടുത്ത് മുന്നോട്ടേക്ക് വന്നു മഹി. മോള് കയറിക്കോളൂ. വണ്ടി ലച്ചുവിന്റെ മുന്നിലേക്കായി നിർത്തിയതും ഫ്രണ്ട് ഡോർ തുറന്നു പിടിച്ചു കൊടുത്തു രാജീവൻ. ലച്ചു പുറകിലുള്ള ഗിരിയെ ഒന്ന് നോക്കി വിളറിയ ചിരി നൽകിക്കൊണ്ട് പതിയെ കാറിന്റെ അകത്തേക്ക് കയറി. ഈ സമയം ഗിരി മഹിയെ നോക്കുകയാണ്. ഇതുവരെ തനിക്ക് നേരെ ഒരു നോട്ടം പോലും മഹിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന് ഗിരി ഓർത്തു. പിന്നെ ഗിരിയും മൈൻഡാക്കാൻ നിന്നില്ല. വലിയൊരു പ്രകമ്പനത്തോടെ മഹിയുടെ വണ്ടി വീടിന്റെ മുന്നിൽ നിന്ന് നീങ്ങി. പുറകെ രാജീവന്റെ വണ്ടിയും. യാത്രയിലുടനീളം ലച്ചു സൈലന്റ് ആയിരുന്നു. മഹി ഡ്രൈവിങ്ങിനിടയിലും ലച്ചുവിനെ പാളി നോക്കുന്നുണ്ട്. അവന്റെ ചുണ്ടിൽ അവൾക്കായി വിരിഞ്ഞ നല്ലൊരു പുഞ്ചിരിയുമുണ്ട്. ഇനി ദിവസം കിടക്കുന്നുണ്ടല്ലോ, പതിയെ ശരിയാക്കാം. എല്ലാം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ലല്ലോ. എന്തായാലും ഈ മഹിയുടെ സ്വന്തമായില്ലേ പെണ്ണ്. കുറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ മഹിയുടെ വീടിന്റെ മുന്നിലേക്ക് കാർ വന്നു നിന്നു. കാർ വന്നു നിന്നതും ആലോചനയിൽ നിന്ന് ലച്ചു പുറത്തേക്ക് വന്നു. ഒപ്പം തന്റെ സൈഡിലൂടെ പുറത്തേക്ക് നോക്കുകയും ചെയ്തു. മഹിയുടെ വീടാണെന്ന് അവൾക്ക് മനസ്സിലായി. പുറത്തു തന്നെ നിറച്ചിരിയോടെ ഹേമയും മഹിയുടെ അമ്മയും പിന്നെ പരിചയമില്ലാത്ത ചില മുഖങ്ങളെയും അവൾ കണ്ടു. അവൾക്കെന്തോ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങാൻ വല്ലായ്മ തോന്നി. അത് മനസ്സിലാക്കിയെന്ന പോലെ മഹി അവളോട് ഇറങ്ങാൻ പറഞ്ഞു. അവൾ ഡോർ തുറക്കാൻ തുനിയുന്നതിന് മുന്നേ രാജീവൻ വന്ന് അവളുടെ ഭാഗത്തെ ഡോർ തുറന്നു കൊടുത്തു. ചെറുചിരിയോടെ അവൾ രാജീവിനെ നോക്കി പുറത്തേക്കിറങ്ങി. മോളെ, ആ വിളക്കൊന്ന് എടുത്തിട്ട് വാ, മാധവിയമ്മ പറഞ്ഞതും ഹേമ അകത്തേക്ക് പോയി. ആ സമയം മഹിയും ലച്ചുവും വീടിന്റെ മുന്നിലേക്ക് വന്നു നിന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഹേമ കത്തിച്ചു വെച്ച നിലവിളക്കുമായി പുറത്തേക്ക് വന്നു.
വിളക്ക് മാധവിയമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് ഹേമ ലച്ചുവിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. നാടകം കാണുന്നത് പോലെയാണ് ലച്ചു എല്ലാം നോക്കി കാണുന്നത്. മഹിയുടെ വീട്ടിലേക്ക് വന്നെങ്കിലും അവൾക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ സംഭവങ്ങളായിരുന്നില്ലേ കുറച്ചു മുന്നേ നടന്നത്. പക്ഷേ നന്ദനുമായിട്ടുള്ള കല്യാണം മുടങ്ങിയതിൽ അവൾക്ക് ആശ്വാസവും തോന്നി. തൻ്റെ ജീവിതത്തിന് വിലയിട്ടില്ലല്ലോ. മോളെ വാ, വിളക്ക് വാങ്ങി വലത് കാൽ വെച്ച് അകത്തേക്ക് കയറ്. മാധവിയമ്മ പുഞ്ചിരിയോടെ വിളക്ക് ലച്ചുവിന് നേരെ നീട്ടി. അവൾ അടുത്ത് നിൽക്കുന്ന ഹേമയെ ഒന്ന് നോക്കിക്കൊണ്ട് വിളക്ക് 2 കൈയോടും കൂടി വാങ്ങി. അതിനുശേഷം തൻ്റെ അരികിൽ നിൽക്കുന്ന മഹിയെ ഒന്ന് പാളി നോക്കാനും അവൾ മറന്നില്ല. ആ സമയം അത്രയും മഹിയുടെ നോട്ടം തന്നിലാണെന്ന് അവൾ ഓർത്തതുമില്ല. അവളുടെ നോട്ടം കണ്ടോ എന്തോ മഹിയുടെ ചുണ്ടിൽ അവൾക്കായി മാത്രം നല്ലൊരു പുഞ്ചിരി വിരിഞ്ഞു. അത് കണ്ടപാടെ അവൾ നോട്ടം മാറ്റി. അകത്തേക്ക് കയറും മോളെ, മാധവിയമ്മ പറഞ്ഞതും ലച്ചു വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറി. പിറകിലായി മറ്റുള്ളവരും. ഹേമ കാണിച്ചു കൊടുത്ത പൂജാമുറിയിലേക്ക് അവൾ വിളക്ക് കൊണ്ടുവച്ചു. പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ മാധവിയമ്മ അത് തടുത്തു. രണ്ടുപേരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയാൽ മതി. മാധവിയമ്മ പറഞ്ഞതും ലച്ചു നിന്നിടത്ത് തന്നെ നിന്നു. മഹി എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് അവനും പൂജാമുറിക്കകത്തേക്ക് കടന്നു. അവൻ വന്ന പാടെ അവൾ വിഗ്രഹങ്ങൾക്ക് നേരെ കൈകൂപ്പി നിന്നു. ചുണ്ടിൽ ചെറു ചിരിയുമായി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവനും കൈകൂപ്പി. നീ എപ്പോഴാ നാട് പിടിക്കുന്നത്? എല്ലാം കണ്ട് രസിച്ചു നിൽക്കുന്ന വേലുവിനോട് രാജീവൻ ചോദിച്ചു. ക്ഷേത്രത്തിൽ നിന്ന് വേലു നേരെ മഹിയുടെ വീട്ടിലേക്കാണ് വന്നത്. 2 നാൾ കഴിഞ്ഞാൽ അണ്ണൻ കൊണ്ടു ചെന്നാക്കും. അതുവരെ ഞാൻ ഇവിടെ അണ്ണൻ്റെ പൊണ്ടാട്ടി എന്തിരിക്കൂ? വേലുവിൻ്റെ ശൈലി രാജീവൻ ചോദിച്ചു. സംസാരം അങ്ങനെയാണ്, പകുതി തമിഴും പകുതി മലയാളവും. അക്കാ സൂപ്രദാ, അണ്ണൻ വല്ലാതെ ഭയപ്പെട്ടിருக்கு. അണ്ണനിക്ക് അവർ കാതിലേ കിട്ടില്ലെന്ന് നനച്ചിരിക്ക്. വരുമ്പോഴുള്ള മഹിയുടെ ടെൻഷൻ വേലു പറയുകയാണ്. ഇതുവരെ അവൻ്റെ അണ്ണനെ അത്രയും ടെൻഷനിൽ കണ്ടിരുന്നില്ല. അറിയാടാ, ദൈവം അവൻ്റെ കൂടെയുണ്ട്. ഇല്ലെങ്കിൽ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? രാജീവൻ അമ്പലത്തിൽ എത്തിയത് പറയുന്നതിനോടൊപ്പം ആലോചിക്കുകയായിരുന്നു. അതിരാവിലെ താലിയും വാങ്ങി ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ കാണുന്നത് ലച്ചുവിൻ്റെ കഴുത്തിലേക്ക് താലി കെട്ടാൻ പോകുന്ന നന്ദനെയാണ്. മറ്റൊന്നും നോക്കാതെ മഹി ഓടിപ്പോയി നന്ദനെ തള്ളി മാറ്റി തൻ്റെ കയ്യിലുള്ള താലിയെടുത്ത് ലച്ചുവിൻ്റെ കഴുത്തിലേക്ക് ചാർത്തിയതായിരുന്നു. എല്ലാം ഒരു നാടകം പോലെ തോന്നുന്നു. ചെറിയൊരു നിമിഷമാണ് മഹിക്ക് അവൻ്റെ പ്രണയത്തെ കിട്ടിയത്. എന്താടാ രണ്ടാളും? പൂജാമുറിയിൽ നിന്ന് മഹി നേരെ പുറത്തേക്ക് വന്നു. ഏയ് ഒന്നുമില്ലടാ, ഇവനോട് എപ്പോഴാ നാട്ടിലേക്ക് തിരിക്കുന്നതെന്ന് ചോദിക്കുന്നതാണ്. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു വണ്ടി ശരിയാക്കി തരാം, നീ അതിൽ കയറി നാട് പിടിച്ചോ. അന്നേരത്തെ ടെൻഷനിൽ വേലുവിനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നതാണ്. ആ സമയം 2 ദിവസം കഴിഞ്ഞാൽ താൻ തന്നെ തിരിച്ചു കൊണ്ടാക്കിക്കോളാം എന്ന് വേലുവിനോട് പറഞ്ഞതുമാണ്. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയാകുമെന്ന് ഓർത്തതുമില്ല. വേണ്ടണ്ണ, 2 നാൾ ഞാനിവിടെ തങ്ങിയിട്ട് പൊയ്ക്കോളാം. അക്കാവയും പരിചയപ്പെടാലോ. നിന്റെ ഇഷ്ടം, മഹി പറഞ്ഞുകൊണ്ട് സിറ്റൗട്ടിലുള്ള കസേരയിലേക്ക് ഇരുന്നു. ഒപ്പം രാജീവനും വേലുവും. ഈ സമയം കൊണ്ട് കൂടെ വന്നവരെല്ലാം തിരിച്ചു പോയിരുന്നു. ഡാ, എന്താടാ? കുറച്ചു നേരമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. എന്താ കാര്യം? അത് പിന്നെ, ആ പെൺകൊച്ച് പ്രതീക്ഷിക്കാതെ ഇവിടേക്ക് കയറി വന്നതാണ്. നിന്റെ ആണത്തം ഇന്ന് തന്നെ തെളിയിക്കാൻ നിൽക്കരുത്. പിന്നെ ഒരു പൊട്ടിച്ചിരിയായിരുന്നു. രാജീവിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു പറച്ചിൽ മഹി പ്രതീക്ഷിച്ചതേയില്ല. അതുമല്ല, അപ്പോഴാണ് അവൻ ആ കാര്യത്തെക്കുറിച്ച് പോലും ചിന്തിക്കുന്നത്. എന്താടാ, നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? മഹിയുടെ കൊലച്ചിരി കണ്ടിട്ട് രാജീവിന് ദേഷ്യം വന്നു. തൊട്ടപ്പുറം വേലുവിന് വിളിക്കുന്നുണ്ട്. രാജീവൻ വേലുവിനെയും കോപ്പിച്ചു നോക്കി. എൻ്റെ രാജു, നിന്റെ ഒരു കാര്യം. ഞാൻ എന്താടാ കൊച്ചുകുട്ടിയോ? നോക്കിയും കണ്ടൊക്കെ ചെയ്യാൻ എനിക്കറിയാം. അവളെ കുമ്പസാരക്കൂട്ടിൽ പ്രതിഷ്ഠിക്കാൻ കൊണ്ടുവന്നതൊന്നുമല്ലല്ലോ. എടാ, അങ്ങനെയല്ലടാ. ആ പെങ്കൊച്ച് ഇപ്പോഴേ പേടിച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നീയും കൂടി. എനിക്കറിയാം നീ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുമെന്ന്. എന്നാലും നിന്നെ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ഇല്ലടാ, എനിക്കറിയാം, ഞാൻ ശ്രദ്ധിച്ചോളാം. എന്ന് അവൾക്ക് എന്നോട് താല്പര്യം തോന്നുന്നുവേ അന്നേ ഞാൻ അവളെ തൊടുക പോലും ചെയ്യും. അല്ലാതെ കീഴ്പ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. തമാശ വിട്ട് മഹി കാര്യത്തിൽ രാജുവിനോട് പറഞ്ഞു. ഇതേ സമയം വേലു അവൻ്റെ അണ്ണനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. എല്ലാവരോടും പോരുകോഴിയെപ്പോലെയാണ്. ഒന്നു പറഞ്ഞാൽ രണ്ടാമത്തേന് ഇടിയും വഴക്കും. പൊള്ളാച്ചിയിൽ അണ്ണനെ ഗുണ്ട എന്നാണ് വിളിക്കുന്നത് പോലും. കുടിച്ചു കഴിഞ്ഞാൽ മുൻപും പിൻപും നോക്കാറില്ല. ആ അണ്ണനാണ് ഇന്ന് തൻ്റെ കാതലിന് വേണ്ടി പലതും സഹിക്കുന്നതും പിന്മാറുന്നതും വേദനിക്കുന്നതും. മഹിയുടെ ഈ ഒരു മുഖം വേലുവിനത്ര പരിചയമില്ല. എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തിയില്ലേ? ആ വൃത്തികെട്ടവന് ഏത് നേരത്ത് അവിടേക്ക് വരാൻ തോന്നിയത്? ആ പെണ്ണും അവനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നോ? എന്തിനാ നമ്മളെയൊക്കെ കോമാളി വേഷം കെട്ടിച്ച് അവിടം വരെ എത്തിച്ചത്? ഛേ, ബന്ധുക്കളുടെ മുന്നിൽ തലകുനിച്ചു നിൽക്കേണ്ട അവസ്ഥ വന്നുപോയി. ഒന്നിനെയും ഈ ബസുമതി വിടില്ല. നാളെ തന്നെ എല്ലാത്തിനെയും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. പെരുവഴി കിടക്കട്ടെ എല്ലാം. ക്ഷേത്രത്തിൽ നിന്ന് വന്നപാടെ വസുമതി മംഗലശ്ശേരിയുടെ അകത്തേക്ക് കയറി ചേറിൽ ഇരിപ്പാണ്. തൊട്ടടുത്ത് തന്നെ മംഗലശ്ശേരിയിലെ അച്ഛനും അമ്മയും നന്ദനും ഇരിപ്പുണ്ട്. ബന്ധുക്കളൊക്കെ അപ്പോഴേ പോയി. വസുമതി തൻ്റെ കോപം മുഴുവൻ വാക്കുകളിലൂടെ പ്രകടിക്കുകയാണ്.
എന്റെ വസുമതി, ഒന്ന് നിർത്തുന്നുണ്ടോ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി എന്തിനാ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? ഇവൻ ആ കുട്ടിയെ വിധിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിലും നേരായ മാർഗത്തിലല്ലല്ലോ അമ്മയും മോനും പെണ്ണ് ചോദിച്ചു ചെന്നത്. ദേവി കണ്ണു തുറന്നിട്ടുണ്ടാകും. മനുഷ്യന്മാരെ അല്ലേ നമുക്ക് പറ്റിക്കാൻ കഴിയൂ, ഈശ്വരന്മാരെ കഴിയില്ലല്ലോ. വസുമതിയുടെ വർത്തമാനം ഇഷ്ടപ്പെടാതെ മംഗലശ്ശേരിയിലെ അമ്മ പദം പറഞ്ഞു. ഒപ്പം ആ അമ്മയ്ക്കും ഈ കല്യാണത്തിനോട് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, വീട്ടിൽ നിന്ന് ഇറക്കിവിടും എന്ന് പറഞ്ഞിട്ടാണ് ലച്ചുവിനെ കൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചത് എന്ന് വസുമതി പറഞ്ഞിരുന്നു. ഒരു പെണ്ണിന്റെയും കണ്ണീര് വീണുകൊണ്ട് ഈ വീട്ടിലേക്ക് കയറരുത് എന്ന് മംഗലശ്ശേരി അമ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അമ്മ അല്ലെങ്കിലും മറ്റുള്ളവരെ വേദന കാണാറില്ലല്ലോ. ഇപ്പോഴും ആ പെണ്ണിനെ ന്യായീകരിക്കുകയല്ലേ? എന്തിന്റെ കുറവാ എൻ്റെ മോനുള്ളത്? അവൾക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റുന്ന ബന്ധമാണോ ഇത്? എന്നിട്ടും അവൾ മറ്റവന്റെ താലിയും ചാർത്തി അവിടെ നിൽക്കുന്നു. അവൾക്കത് പൊട്ടിച്ചെറിഞ്ഞ് ഇവന്റെ താലി വാങ്ങിക്കൂടെ? ഇവനുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചല്ലേ ക്ഷേത്രം വരെ എത്തിയത്. എന്നിട്ട് വേറൊരുത്തം വന്ന് താലി കെട്ടി. അപമാനം തന്നെയാണ് ഈ ബസുമതിക്ക്. വെറുതെ വിടില്ല ഞാൻ ഒന്നിനെയും, പ്രത്യേകിച്ച് അവളെ, ആ ശ്രീലക്ഷ്മിയെ. അവളും അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും. ഓരോന്ന് പറഞ്ഞുകൊണ്ട് മംഗലശ്ശേരി അമ്മയെ തറപ്പിച്ചു നോക്കി ബസുമതി അകത്തേക്ക് പോയി. നിന്റെ അമ്മ പറയുന്നത് തന്നെയാണോ നിനക്കും പറയാനുള്ളത്? ബസുമതി പോയത് നോക്കി പുച്ഛത്തോടെ മംഗലശ്ശേരിയിലെ അച്ഛൻ നന്ദനെ നോക്കി. എന്നാൽ ഉത്തരം നൽകാതെ മുത്തശ്ശനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് നന്ദൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് പോയി. റൂമിലെത്തിയിട്ടും നന്ദൻ ഒരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു നിമിഷം കൊണ്ടല്ലേ തന്നിൽ നിന്ന് അവൾ വഴുതിപ്പോയത്. കാര്യങ്ങൾ ഇവിടം വരെ എത്തിയിട്ടും അവൻ തന്നെ അവസാനം അവളെ നേടി. ഇല്ല, ഈ നന്ദൻ ഒരിക്കലും നിങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല. നന്ദൻ ഒന്ന് ആശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് വിധേനയും സ്വന്തമാക്കാൻ അറിയാം. ഒരിക്കൽ പാളിച്ച തനിക്ക് പറ്റിയതാണ്. ഇപ്പോൾ മറ്റൊരുത്തൻ തന്നെ തോൽപ്പിച്ചതാണ്. വെറുതെ വിടില്ല മഹേന്ദ്ര. നിന്റെ കാലനായി പിറകെ തന്നെ ഞാനും ഉണ്ടാകും. നന്ദന്റെ കണ്ണുകളിൽ മഹിയോടുള്ള ദേഷ്യം ചുവന്നു വന്നു. ഒപ്പം ശ്രീയെ ഒരിക്കലെങ്കിലും സ്വന്തമാക്കണമെന്ന അവന്റെ പൂതിയും. ഗിരിയേട്ടാ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കേണ്ട, നീ പോകാൻ നോക്ക്. ശരി തന്നെയാണ്, ഞാൻ പറയാഞ്ഞത് തെറ്റ് തന്നെയാണ്. ചേച്ചിയുടെയും നന്ദേട്ടൻ്റെയും കല്യാണം എങ്ങനെയെങ്കിലും നടക്കണം എന്നേ ഞാൻ കരുതിയുള്ളൂ. എങ്ങനെ നടക്കണമെന്ന്? നിനക്ക് നാണമുണ്ടോ വേണി അങ്ങനെ പറയാൻ? നന്ദന് ലച്ചുവിനോട് അത്രയും സ്നേഹമുണ്ടെങ്കിൽ അവൻ നേരായ മാർഗത്തിൽ അവളെ സ്വന്തമാക്കാൻ നോക്കിയേന. ഇതങ്ങനെയാണോ? അങ്ങനെയല്ല. ചേച്ചി ഇഷ്ടമല്ല എന്ന് പറയുന്നത് കൊണ്ടാണ് നന്ദേട്ടൻ. നിർത്ത് വേണി. എങ്ങനെയെങ്കിലും ഭീഷണിപ്പെടുത്തിയല്ല ഒരു കല്യാണത്തിന് സമ്മതിപ്പിക്കേണ്ടത്. ഗിരിയേട്ടാ, നീ വീട്ടിൽ പോകാൻ നോക്ക്. ഗിരി ബൈക്കും എടുത്ത് ലച്ചുവിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ നിന്നും പോയി. ഗിരിയേട്ടൻ്റെ പിറകെ നടന്ന് എത്ര തന്നെ നടന്നതൊക്കെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഗിരി അതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. അല്ലെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളല്ലല്ലോ നടന്നത്. ഭീഷണിപ്പെടുത്തിയല്ലല്ലോ ഒരു പെണ്ണിനെയും താലി കെട്ടേണ്ടത്. മഹി എത്ര ക്രൂരനാണെങ്കിലും അവൻ നേരായ മാർഗത്തിൽ വന്ന് പെണ്ണ് ചോദിച്ചവനാണ്. അവൻ്റെ സ്വഭാവദോഷം കൊണ്ട് മാത്രം അന്ന് അവന് പെണ്ണ് കൊടുത്തില്ല. ഗിരിക്ക് നന്ദനോട് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട്. അവൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു ചതി ഗിരി പ്രതീക്ഷിച്ചതുമല്ല. എന്നാൽ വേണി ഇപ്പോഴും ആഗ്രഹിക്കുന്നത് തൻ്റെ ചേച്ചി നന്ദേട്ടൻ്റെ കൂടെ ജീവിക്കാനാണ്. മഹിയുടെ കൂടെ തൻ്റെ ചേച്ചി സന്തോഷവതിയായിരിക്കില്ലെന്ന് അവൾ ഉറപ്പിക്കുന്നു. എങ്ങനെയെങ്കിലും ചേച്ചിയെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കണമെന്നും അവൾ ഉറപ്പിച്ചു. അതിന് ആദ്യം കാണേണ്ടത് നന്ദനെയാണെന്നും അവൾ ഓർത്തു.